ഫോൺ ചെയ്ത് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഞാൻ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ അടുത്തുള്ള കടയ്ക്ക് മുന്നിൽ എത്തിയിട്ട് വേണ്ട സാധനങ്ങൾ പറഞ്ഞു നോക്കുമ്പോ അച്ഛനെ കാണാനില്ല. അച്ഛനൊരു ചായ കുടിക്കണമെന്ന് പറഞ്ഞിരുന്നു. സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് കൊണ്ട് പാല് വാങ്ങിച്ചിട്ട് വീട്ടിൽ ചെന്ന് ചായ ഉണ്ടാക്കി തരാന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഞാൻ കടയിലേക്ക് പോയി. വേണ്ട സാധനങ്ങൾ പറഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോ അച്ഛനെ കാണാനില്ല. ഇനി ചായ കുടിക്കാൻ പോയതാണോന്ന് ഓർത്ത് അവിടെ എല്ലാം നോക്കി, ഇതുവരെ എത്തിയിട്ടില്ല. ഇനി പോലീസുകാർ വല്ലതും ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയതായിരിക്കും. പഴയ ഒരുപാട് കേസൊക്കെ ഉള്ളതല്ലേ. അതൊന്നും അല്ലെന്നേ, ആ ചാച്ചപ്പന്റെ ആൾക്കാര് പ്രതികാരം വീട്ടാൻ പിടിച്ചിരിക്കുന്നതാ. മിക്കവാറും നിന്റെ കല്യാണം കൂടെ അങ്ങേർക്ക് യോഗം ഉണ്ടാവില്ല. അമ്മേ, അങ്ങനൊന്നും പറയാതെ. അച്ഛൻ എവിടെ പോയി മാറി നിൽക്കുന്നതാ. അല്ലെങ്കിൽ ആ ചാച്ചപ്പന്റെ ആൾക്കാര് അച്ഛനെ കൊല്ലൂന്ന് അറിയാം. പോലീസ് സംശയിക്കുന്നൊന്നുമല്ല. എനിക്കറിയാം എങ്ങോട്ടാ കൊണ്ടുപോയിരിക്കുന്നതെന്ന്. എടാ, പകലെടുക്കാൻ പറ്റാത്തോണ്ടല്ലേ രാത്രി എടുക്കണമെന്ന് പറഞ്ഞേ. എങ്കിലെടുക്കാം. അതിനുള്ള കാര്യങ്ങളൊന്നും കയ്യിലില്ല. ഈ മൺവെട്ടി, പിക്കാസ്, എത്രയും പെട്ടെന്ന് മണ്ണ് മാറ്റി കുഴിക്കാൻ പറ്റുന്ന എന്തൊക്കെ കിട്ടും അതൊക്കെ ഒപ്പിക്കണം. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഒപ്പിക്കാവുന്നതേ ഉള്ളൂ. അല്ല അച്ഛനെ, ഇതെന്താ കാര്യം? ഇതെവിടെ കുഴിയെടുക്കണ്ടേ? നമ്മുടെ കയ്യിൽ ആകെ 3-4 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് ഒപ്പിക്കണം. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും പ്രശ്നങ്ങൾ സങ്കീർണമാവുകയുള്ളൂ. അല്ല ആശന്റെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞില്ല. അല്ല നമ്മൾ എന്തിനാ കുഴിയെടുക്കുന്നേ? എടാ, കാര്യമൊക്കെ ഉണ്ട്. അത് ഞാൻ നിന്നോട് വിശദമായിട്ട് പറയാം. എടാ, എന്റെ കൂടെ നിൽക്കാൻ നിനക്ക് പേടിയുണ്ടോ? അതെന്താ ചോദ്യം ആശാനെ? ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന എന്ത് കാര്യമാണെങ്കിലും അത് എന്നെ ബാധിക്കാത്ത രീതിയിൽ ആശാൻ കൈകാര്യം ചെയ്യുന്ന എനിക്കറിയാം. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ? ഇനിയിപ്പോ അത് എന്ത് തന്നെ വന്നാലും ഞാൻ കൂടെ ഉണ്ട്, ആശാന്റെ ഒപ്പം തന്നെ. ഇത് മതി, ഈ വാക്ക് മതി. നീ പെട്ടെന്ന് ജയിപ്പിക്കരുത്, നമുക്ക് പോവാം. ഏട്ടനെ വിളിക്കുന്നു. എടുക്കണ്ട, എന്നെ വിളിച്ചിട്ട് കിട്ടാൻ നിന്നെ വിളിക്കണതാ. അല്ല ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇടാ, എടുക്കാതിരുന്നാ മതി. നീ ഓർക്കാന്ന് എഴുതിക്കോളും. അല്ല പക്ഷെ ഞാൻ ഉറങ്ങൂല്ലല്ലോ, ആശാന്റെ കൂടെ നിൽക്കല്ലേ. സാധിക്കില്ല. ഈ രാത്രിയില് വിഷ്ണുട്ടൻ പിന്നെ എവിടെ പോയതായിരിക്കും? അച്ഛനെ, ഇവിടെയാണോ അച്ഛനെ? ടെന്റില്ലേ, അതിന്റെ അടുത്താന്ന് പറഞ്ഞേ. എടാ, അതാണ്ടാ. നീ ആ പിക്കാൻ സാധനങ്ങളൊക്കെ എടുത്ത്. എടാ, ഇവിടെ എവിടെയോ ഒരു അടയാളം വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഇവിടെയാണ് നസീറിന്റെ ബോഡി കുഴിച്ചിട്ട സ്ഥലം. ദൈവമേ, അവന്റെ പ്രേതം എങ്ങനെ ഇവിടെ കാണും ആശാനെ? എടാ, അങ്ങനെ ഒരു പ്രേതം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മായിച്ചിന്റെ വേലായുധന ആദ്യം പൊക്കിയെന്നെ. നീ വന്ന്. അല്ല ആശാനെ, നമ്മളിപ്പോ എന്താ ഇവിടെ ചെയ്യേണ്ടത്? എടാ, വേലായുധനെ പോലീസ് പൊക്കിയ സ്ഥിതിക്ക് കുഴിച്ചിട്ട സ്ഥലമേ വേലായുധനെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അവര് വരുന്നതിന് മുമ്പ് ഈ ബോഡി ഇവിടെ നിർത്തി മാറ്റണം. അപ്പൊ നീ തുടങ്ങിക്കോ. ആശാനെ, ഇത് തീക്കളിയാണ്. ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരുത്തനാവും. എടാ, നിനക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. പോരെ.
എടാ ഈ ബോഡി ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ ശാലിനിയുടെ അച്ഛനും അമ്മ അകത്തു പോവും. എടാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവരെങ്ങനെ ജയിലിൽ കയറ്റാൻ പറ്റുമോ? നീ പറ, നീ കുളിച്ചേ. ആശാനെ ഇതെങ്ങാനും പുറത്തിറങ്ങി നമ്മളും കിടക്കേണ്ടി വരില്ലേ? എടാ അങ്ങനൊന്നും വരില്ല. എടാ കമല, നമുക്ക് സംസാരിച്ച സമയമില്ല. ഇവിടെ നമ്മളെ എത്രയും പെട്ടെന്ന് പണിയെടുത്ത് അത്രയും പെട്ടെന്ന് പോവാം. എടാ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ രാത്രി വിടുന്ന പ്രശ്നമാണ്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിലാണല്ലേ? എടാ ഈ ബോഡി ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാവുന്നേ. എടാ നിനക്കറിയാലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ശാലിനിക്ക് വേണ്ടിയിട്ടാ. ഇതെന്റെ കടമയാ. എടാ അവൾക്ക് ഇതിൽ ബന്ധമില്ലെങ്കിൽ ശാലിനിയെ സംബന്ധിച്ചിട്ട് ശാലിനിയുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത് തലവേദനയാവും. ആശാനെ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തലവേദന വരുന്നു ആശാനെ. എടാ നീ ഒന്ന് കൂടെ നിന്ന് തന്നാ മതി. ബാക്കി ആരോട് ഞാൻ ചെയ്തോളാം. ഞാൻ ഈ കാര്യത്തിനെ ഇറങ്ങിത്തിരിക്കുമ്പോ ഒറ്റ കാര്യം ചിന്തിച്ചിട്ടുള്ളൂ. ശാലിനിയുടെ അച്ഛനും അമ്മയും ഈ കൊലപാതകം ചെയ്തു എന്ന് പുറം ലോകം എങ്ങാനും അറിഞ്ഞ പിന്നെ കളക്ടറെ കസാലിൽ ഇരുന്നിട്ട് ശാലിനിക്ക് മനസ്സമാനായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ആളുകളുടെ മുമ്പിൽ ഒരു പരിഹാസ പാത്രമാക്കാൻ ഒരു ഭർത്താവ് എന്ന രീതിയിൽ എനിക്ക് കഴിയില്ല. ആശാനെ എടാ നീ നിന്റെ ഏട്ടത്തിയമ്മയാണെന്നുള്ള കാര്യം 100 വട്ടം പറയുന്നല്ലേ. നിന്റെ ഏട്ടത്തിയമ്മയെ നോക്കിയിട്ട് ആളുകൾ കളിയാക്കുന്ന സന്ദർഭം ഒന്നും നിനക്ക് സഹിക്കാൻ പറ്റുമോ? നീ നിന്റെ ഏട്ടത്തിയമ്മയെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. എടാ അത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വേറെ വഴിയില്ല. നിനക്ക് സഹായിക്കാൻ പറ്റിയ സഹായിക്കാം, അല്ലെങ്കിൽ കാഴ്ചക്കാരനായിട്ട് നിൽക്ക്, അല്ലെങ്കിൽ തിരിച്ചു പോയിക്കോ. എനിക്കിത് ചെയ്തേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. ആശാനെ എന്ത് വില കൊടുത്തു ഏട്ടത്തിയമ്മയും വീട്ടുകാരെ രക്ഷിച്ചിരിക്കും.